ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഡേറ്റ്സ് കൊണ്ട് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. ഇത് വേണ്ടി ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് അര കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാമേ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്, ഈ പൊടിച്ച പഞ്ചസാര. ഇത് പഞ്ചസാര ഞാൻ പൊടിച്ചാണ് കാരമലൈസ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കാരമലൈസ് ആയി കിട്ടും. കാരണം ഈ നോൺ സ്റ്റിക്ക് പാനിലാകുമ്പം കുറച്ചുകൂടെ പെട്ടെന്ന് കാരമലൈസ് ആയി കിട്ടും. അതിനു വേണ്ടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പഞ്ചസാര എല്ലാം നന്നായിട്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 25 ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ്സ് എല്ലാം ഞാൻ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് കാഷ്യൂം കറുത്ത മുന്തിരി അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കാഷ്യൂ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അതിനാവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ, ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതിന്ന് ഇട്ട് കൊടുക്കുവാണ്. ഈ ഡേറ്റ്സ് ഇതിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാണ്. ഈ ഡേറ്റ്സ് എല്ലാം ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാമേ. അതിനായി ഞാൻ ഈ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ നന്നായിട്ട്. എന്നിട്ട് ഇത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാമേ. അത് ഞാൻ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാമേ. ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സൺഫ്ലവർ ഓയിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതും കൂടെ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. അതും ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അര കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. അത് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്.
ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ അതും കൂടി ഇടുവാണേ. പിന്നെ ഇവിടെ കാഷ്യൂവും മുന്തിരിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുവാണേ. ബാക്കി മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഓവനിലാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. ഇതിൻ്റെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസി ഇരിക്കണം, ഒരുപാട് ലൂസായി പോകരുത്. ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ പുരട്ടി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഈ സ്ക്യൂർ വെച്ച് ഇതൊന്ന് കുത്തി കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാനൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ കൂടെ വെച്ച് കൊടുക്കുവാണ്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഈ പ്ലേറ്റിലേക്കൊന്ന് മാറ്റുകയാണ്. ഇതൊന്ന് തിരിച്ചിടാവേ. ഇതിൽ ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയാമേ. ഒരു പീസ് ഞാൻ കട്ട് ചെയ്യാം. സൂപ്പർ ടേസ്റ്റുള്ളൊരു കേക്കാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.